നമസ്കാരം എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ ജസ്റ്റ് അഗൈൻ പേഴ്സൻ്റെ ഫീലിങ്സ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഈ റീഡിങ് കാണുന്ന സമയത്ത് പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങളോട് എന്താണെന്ന് നോക്കാം. ആൻഡ് അവരുടെ ഭാഗത്തുനിന്ന് ഓക്കെ, ഇതിപ്പോൾ എന്തായി? തേഴ്സ്ഡേ, ഫ്രൈഡേ അല്ലേ? ഓക്കെ, സോ ഈ വരുന്ന കുറച്ച് ദിവസത്തിൽ ഓക്കെ, വിത്തിൻ നെക്സ്റ്റ് വീക്ക് മേ ബി ഓക്കെ, നമുക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ, അവരുടെ ഭാഗത്ത് അവരെന്താണ് നെക്സ്റ്റ് ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, കോൺടാക്ട് ഇല്ലെങ്കിൽ നോ കോൺടാക്ട് ആണെങ്കിൽ കോൺടാക്ട് ചെയ്യുമോ, സംസാരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഈവൻ സംസാരം ഉണ്ടെങ്കിൽ തന്നെ അവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് നെക്സ്റ്റ് മൂവ് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക എന്ന് നോക്കാം. ഇപ്പോഴത്തെ ഫീലിങ്സും അവർ എന്താ ചെയ്യുക, എന്തായിരിക്കും നെക്സ്റ്റ് ചെയ്യാൻ സാധ്യത എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അവരുടെ ഫീലിങ്സ് എന്താണ്? പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, 2 of Wands, Devil energy, 7 of Wands, Star ഉണ്ട് പക്ഷെ ഗുഡ്, ആൻഡ് Queen of Wands. ഓക്കെ, ഒരു തരത്തിൽ അവരുടെ ഫീലിങ്സ് അവരിപ്പോൾ മറച്ചു വെക്കുകയാണ് നിങ്ങളോട്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഹൈഡ് ചെയ്യുന്നുണ്ട് ചില കാര്യങ്ങൾ. അതിൽ മെയിൻലി അവരുടെ ഫീലിങ്സ് ആണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ Queen of Wands എനർജി ഉണ്ട്, ആൻഡ് ഇവിടെ ഹയറോഫന്റും നൈറ്റ് ഓഫ് വോൺസും ഒക്കെ ഉണ്ട്. സോ എവിടെയോ അവരുടെ ഫീലിങ്സ്, അവരുടെ ഇമോഷൻസ് അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ അതിനൊന്നും ഇപ്പോൾ മുന്നോട്ട് വരുന്നില്ല. ഓക്കെ, അവർ ചില ലൈക്ക് ഒരു കൺഫ്യൂസ്ഡ് മൈൻഡിൽ ഇരിക്കുകയാണെന്ന് പറയാം. 2 months ആണ്, വെയിറ്റിംഗ് എനർജിയാണ്. മേ ബി നിങ്ങൾ അങ്ങോട്ട് പോകാനുള്ള വെയിറ്റിംഗ് ആയിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് അവർ ലൈക്ക് ആക്ഷൻ എടുക്കുന്നതിന് മുമ്പുള്ള വെയിറ്റിംഗ് എന്ന രീതിക്ക് പറയാം. ഓക്കെ, അവർ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിൽ, കൺഫ്യൂഷൻ ഉണ്ട് കുറച്ച്. ഓക്കെ, എന്താണ് മീൻസ് ആക്ച്വലി ഇവിടെ വേൾഡ് ഉണ്ട്, ട്രാവൽ ഉണ്ട്, ഒരു വണ്ടിയാണിത്. സോ എവിടെയോ ദൂരെ, മേ ബി നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസ് ആയിരിക്കാം, ദൂരെ മീൻസ് കാണാൻ പറ്റാത്ത ഡിസ്റ്റൻസിലായിരിക്കും നിങ്ങൾ. ഒന്നുമില്ലെങ്കിൽ വേറെ കൺട്രി, ഈവൻ മാപ്പ് കണ്ടുകൊണ്ട് മേ ബി വേറെ കൺട്രീസ് ആയിരിക്കാം, ദൂരെ ആയിരിക്കാം, അബ്രോഡ് ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ. ഓക്കെ, അങ്ങോട്ട് കുറച്ച് ദൂരം ഉണ്ടാവാം, അല്ലെങ്കിൽ ജസ്റ്റ് ഈവൻ വണ്ടിയും ഉണ്ട്. സോ മേ ബി കുറച്ച് ട്രാവൽ ഡിസ്റ്റൻസ് ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങളെ കാണണം എന്നുള്ളൊരു ആഗ്രഹം പറയാം. ഓക്കെ, ആഗ്രഹമുണ്ട്, വെയിറ്റിംഗ് ആണ്. ഓക്കെ, ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. ഡെവിൾ എനർജി ശരിക്കും പറഞ്ഞാൽ ഒരു തരം ഒബ്സഷൻ ആണ്. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ, എനിക്ക് തോന്നി എന്താ അറിയോ, അവരുടെ മൈൻഡ് മുഴുവൻ നിങ്ങൾ തന്നെയാണ്, നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ്. ഓക്കെ, വളരെ ഒബ്സസ്ഡ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. പക്ഷേ ഡിഫെൻസീവ് ആണ്. ഓക്കെ, പക്ഷെ അവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തൽക്കാലം ഡിഫെൻസീവായിട്ട് മാറി നിൽക്കുകയാണ്. നിങ്ങളോടൊന്നും പറയുന്നില്ല, തുറന്നു പറയുന്നില്ല, മേ ബി എക്സ്പ്രസ് ചെയ്യുന്നില്ല. അവരുടെ മനസ്സിൽ നിങ്ങളുണ്ട്. അവർക്ക് തന്നെ ആക്ച്വലി തോന്നലുണ്ട് തെറ്റ് നിങ്ങൾ വല്ലാതെ അവരെ നിങ്ങളുടെ കൺട്രോളിലാണ് അവർ എന്ന് തോന്നുന്നത്. കാരണം എന്താ പറയുക, ഞാൻ പറയാൻ റീസൺ ഇതാണ്. ഇവിടെ ഒരു പിക്ചർ ഉണ്ട്, ഇതെൻ്റെ കണ്ണിൽ പെട്ടു. ഓക്കെ, ഐ മീൻ എപ്പോഴും നമ്മൾ റീഡിങ്ങിൽ കാണുന്നതാണ്, പക്ഷെ ചില സമയത്ത് ചില പോയിന്റ്സ് നമുക്ക് എടുത്തു തോന്നും. സോ ഇവിടെ എനിക്ക് ഇന്ന് ഈ കാർഡ് വളരെ ഇതായിട്ട് തോന്നി, സ്ട്രോങ് ആയിട്ട് തോന്നി. അവരെവിടെയോ മേ ബി ഒബ്സഷൻ ഉണ്ടാവും നിങ്ങളോട്, പക്ഷെ അത് കാണിക്കുന്നില്ല അവർ. ഓക്കെ, നിങ്ങളോട് അടുക്കാൻ അവർക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഒബ്സസ്ഡ് ആയിരിക്കും നിങ്ങളെക്കുറിച്ച്, നിങ്ങളെ അത്രയും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്നാണ് എനിക്ക് കാണുന്നത്. പക്ഷേ അവർ ഇപ്പോൾ ഒന്ന് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന കാർഡാണിത്, പക്ഷെ ഇത് ചെയ്യുന്നില്ല. ഐ തിങ്ക് ആ ഒരു ആക്ഷൻ എടുക്കാൻ ഇപ്പോൾ അവർ തയ്യാറല്ല. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ അവർ ഒരു ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കാൻ അവർ തയ്യാറായിട്ടല്ല ഇപ്പോൾ എനിക്ക് കാണുന്നത്. പക്ഷേ പ്രതീക്ഷയുണ്ട് ഇവിടെ. ഓക്കെ, നിങ്ങളോട് ആക്ച്വലി ഫീലിങ്സ്, അവർക്ക് ഹോപ്പ് ഉണ്ട് എന്ന് പറയാം, ഡ്രീംസ് ഉണ്ട് എന്ന് പറയാം. നിങ്ങളെ ഒരു വിഷ് ആയിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളോട് അട്രാക്ഷൻ വളരെയധികം ഫീൽ ചെയ്യുന്നുണ്ട്. അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവായിട്ട് എടുക്കണ്ട. ഓക്കെ, ഇപ്പോൾ ശരിക്കും അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തോന്നുന്നുണ്ട്, നിങ്ങളെ കാണാൻ തോന്നുന്നുണ്ട്, മീറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്, സംസാരിക്കാൻ തോന്നുന്നുണ്ട്, എല്ലാം ആ ഒരു തരത്തിലുള്ള ഒരു അട്രാക്ഷൻ പവർ. യെസ്, അങ്ങനെയും പറയാം. നിങ്ങൾ എവിടെയോ അവരെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത്. ആക്ച്വലി ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട് നെഞ്ചിൽ, ഇതും സ്റ്റാറാണ്. ചില കാര്യങ്ങൾ നമ്മൾ പെട്ടെന്നാണ് നോട്ടീസ് ചെയ്യുക ചില. ഓക്കെ, സോ സ്റ്റാർ ഹോപ്പ്, ഞാൻ പറഞ്ഞില്ല, അവർക്ക് എവിടെയോ ഒരു പ്രതീക്ഷയുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ. എവിടെയോ ഒരു അവരുടെ ഒരു ഡ്രീം എന്ന രീതിക്ക് പറയാം, അവരുടെ ഒരു ആഗ്രഹം, വിഷ് എന്ന രീതിക്ക് പറയാം. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണ്, പക്ഷെ ഐ തിങ്ക് അവർ കൺട്രോൾ ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ, അവർ മറച്ചു വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹൈറോഫൻ്റ് ആണ് ഇവിടെ, നൈറ്റ് ഓഫ് വോൺസ്. മേ ബി യൂണിവേഴ്സായിട്ട് നിങ്ങളെ അവർക്ക് നിർത്തുന്നതായിരിക്കാം, എനിക്ക് അങ്ങനെയും തോന്നി. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കട്ടെ കുറച്ച് വേർഡ്സ് കൂടി. ഫീലിങ്ങിൽ വളരെ സ്ട്രോങ് ഒബ്സഷൻ ആണെന്ന് ഇപ്പം എനിക്ക് കാണുന്നത്. അട്രാക്ഷൻ കാണുന്നുണ്ട്, അവരെ വിഷായിട്ട് കാണുന്നുണ്ട്, പക്ഷേ ഒരു ചെറിയ ഡിസ്റ്റൻസും തോന്നുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ്, ജഡ്ജ്മെൻറ്റ്, നൈറ്റ് ഓഫ് പെന്റക്കിൾസ് ആൻഡ് ടവർ. ഓക്കെ, ഐ തിങ്ക് അവർ ഒരു തീരുമാനം എടുക്കാൻ അവർ ഒരുപാട് ഡിലേ ചെയ്തു. യെസ്, അവരൊരു തീരുമാനം എടുക്കാൻ അവർ ഡിലേ ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് ലൈക്ക് അവർ ലേറ്റായി ശരിക്കും. ഓക്കെ, ഐ തിങ്ക് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ആ സമയത്ത് അവർ ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് തരേണ്ട കമ്മിറ്റ്മെൻറ്റ്, ഇവിടെ കമ്മിറ്റ്മെൻറ്റ് ഡിലേ ആണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അതായത്
സ്ലോ ആണ് കാണുന്നത്. ഓക്കെ, സ്ലോ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറയും നമ്മൾ. ഒരു കമ്മിറ്റ്മെന്റ് സ്ലോ ആണ് ഇവിടെ. ഇവിടെ ജഡ്ജ്മെന്റ് കാണുന്നുണ്ട്, അതായത് ന്യായമായിട്ട് ശരിക്കും നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അവർ സ്ലോ ആണ്. ഇവിടെ ടവർ മൊമെന്റ് വന്നിട്ടുണ്ട്. ഐ തിങ്ക് അവർ ഒരുപാട് ലേറ്റ് ആയി ഇവിടെ. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. അവർ ആ തീരും. യെസ്, ഏസ് ഓഫ് സോൺസ്. അവർ ആക്ഷൻ എടുക്കാൻ അവർ ലേറ്റ് ആവും. ആക്ച്വലി അവർ മനസ്സിൽ പേടിയായിരിക്കാം. ഓക്കെ, മനസ്സിൽ പേടി ഉണ്ടാവും തട്ടെ അവർ ലേറ്റ് ആയി പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവാം, അല്ലെങ്കിൽ ഓൾറെഡി ലേറ്റ് ആയി കാണാം, നിങ്ങൾ വാക്ക് വേ ചെയ്ത് കാണാം. എന്തോ എനിക്ക് അങ്ങനെ തോന്നി പെട്ടെന്ന്. യെസ്, അവരുടെ ഫീലിംഗ്. ഓക്കെ അവരുടെ ഫീലിങ്സ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഫീലിങ്സ് ഉണ്ട്, പക്ഷെ അവർ ആ ഒരു ബാലൻസ് അവർ മെയിൻറ്റെയിൻ ചെയ്തില്ല. ഐ തിങ്ക് അവർ ഒരുപാട് ലേറ്റ് ആയി പോയോ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ 4 of Wands ആണ്, കമ്മിറ്റ്മെന്റ് കാർഡാണ്. ഓക്കെ, ബട്ട് ഐ തിങ്ക് അവരെ ഫീലിങ്സ് ഉള്ളിൽ വെച്ച്, അല്ലെങ്കിൽ അവർ നിങ്ങളോട് പറയാതെ, അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ടൊക്കെ പറയാതെ, ഐ തിങ്ക് അവർ ഒരുപാട് ലേറ്റ് ആയി. മേ ബി യെസ്, ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം വാക്ക് വേ ചെയ്ത്. ഓക്കെ, നിങ്ങൾ മാറിപ്പോയി കാണാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷനിൽ എന്തെങ്കിലും ബ്രേക്ക് വന്ന് കാണാം. അപ്പോൾ അവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഇനി ഒരു ലൈക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടോ എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് പറയാം. ഓക്കെ, ഇവിടെ പ്രേ ചെയ്യുന്നുണ്ട് അവർ യൂണിവേഴ്സിനോട്. ഞാൻ പറഞ്ഞു ഇത് 2 കാർഡ് നോക്കിക്കോളൂ. ഇത് രണ്ടും നമ്മളൊരു പ്രാർത്ഥന പോലെയാണ് ഇവരിയ്ക്കുന്നത്. ഓക്കെ, 2 കാർഡ് കണ്ടില്ലേ? ദൈവത്തിനെ നോക്കി ഇവിടെ യൂണിവേഴ്സിനോട് പറയുന്ന പോലെയാണ്. ഹയർ സെൽഫ് അവരുടെ യൂണിവേഴ്സിനോട് സംസാരിക്കുന്ന പോലെയാണ്. ഓക്കെ, അവരുടെ വിഷ് യൂണിവേഴ്സിനോട് പറയുന്ന പോലെയാണ്. രാത്രി സമയങ്ങളിൽ അവർ വിഷ് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ തിരിച്ചു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ഓക്കെ, ഐ തിങ്ക് അങ്ങനെയാണ് എനിക്ക് കാണുന്നത്. പക്ഷെ ഇതൊന്നും ഓപ്പൺ ആയിട്ട് പറയുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ആക്ഷൻ എടുക്കും. ഇവർ എന്താണ് പ്രതീക്ഷിക്കാൻ പറ്റുക? ഓക്കെ, യെസ്, സമയം മാറി വരും. ഓക്കെ, കുറച്ച് പക്ഷേ ഡിലേസ് ഉണ്ടാവാം. ഓക്കെ, മേ ബി ഈ തീരുമാനങ്ങൾക്ക് കുറച്ച് ഡിലേ ഉണ്ടാവാം, അവരുടെ ഭാഗത്തുനിന്ന് ആക്ഷന് കുറച്ച് ഡിലേ ഉണ്ടാവാം. കമ്മിറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണുന്നത് ഇവിടെ. ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ സമയം മാറി വരും എന്ന രീതിക്ക് പറയാം. ഒരു കമ്മിറ്റ്മെന്റുമായിട്ട് വരും മുന്നോട്ട്. ഓക്കെ, ബട്ട് അതിൻ്റെതായ സന്തോഷം, നിങ്ങളുമായിട്ടൊരു സന്തോഷമായ ഒരു ഫാമിലി പോലെ, അല്ലെങ്കിൽ മാരേജ് പറ്റുന്നവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിങ്ങളോട് നിൽക്കുന്നതായിട്ട്. ഓക്കെ, പേജ് ഓഫ് പെൻഡിക്കിൾസ് ആണ് ഇവിടെ. പക്ഷേ ഓക്കെ, അതാണ് വ്യത്യാസം. ഓക്കെ, ഇപ്പോൾ മനസ്സിലാക്കാം. അവർക്ക് വേണ്ടത് ആഗ്രഹം ഏസ് ഓഫ് പെൻഡിക്കിൾസ്, 10 of Pentacles ഒക്കെയാണ്. അവർക്ക് വേണം, നിങ്ങളുമായിട്ടൊരു റിലേഷൻഷിപ്പ് വേണം മുന്നോട്ട്. വളരെ പോസിറ്റീവായിട്ട് അവർക്ക് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാനൊക്കെ ആഗ്രഹമുണ്ട്. ഫാമിലി പോലെ വേണം എന്ന് ആഗ്രഹമുണ്ട്. അല്ലെങ്കിലും ലൈക്ക് നിങ്ങളോട് അടുപ്പം വേണം, കമ്മിറ്റഡ് ആയിട്ട് വേണം, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ഇവിടെ ആക്ഷനിൽ നമ്മൾ വരുമ്പോൾ ഒരല്പം സ്ലോ ആണ് കാണുന്നത്. സ്ലോ ആയിട്ട് മീൻസ് അവർ ഫസ്റ്റ് ഒരു ചെറിയൊരു ഓഫറുമായിട്ട് വരും. മേ ബി ഒരു സോറി പറഞ്ഞ് വരിക, അല്ലെങ്കിൽ മേ ബി ജസ്റ്റ് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരിക. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യോ എന്നവർ നോക്കും. മേ ബി 2 of Pentacles അഗെയിൻ കൺഫ്യൂഷനാണ്. ആ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഇതിപ്പോൾ 2 Pentacles ആണ് എന്ന് വെച്ചാൽ അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഉണ്ടാവും. ചിലപ്പോൾ അതുമൊക്കെ ആയിരിക്കാം. തേർഡ് പാർട്ടി ഉണ്ടാവാം. ചിലവർക്ക് ഡെവിളും ഹൈപ്പിസ്റ്റസും ഉണ്ട്. സോ മേ ബി കുറച്ച് പേർക്ക് തേർഡ് പാർട്ടി ഉണ്ടാവാം. അല്ലാത്തവർക്ക് അവരുടെ ഇൻറ്റ്യൂഷൻ, ആക്ച്വലി എനിക്ക് ഇവരുടെ ഇൻറ്റ്യൂഷൻ ഹൈ ആവുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഈ കൺഫ്യൂഷൻ അവർക്ക് ക്ലിയർ ആവും. ഓക്കെ, അവരെ കൺഫ്യൂഷൻ ഐ തിങ്ക് യൂണിവേഴ്സ്, നമ്മൾ നേരത്തെ ഹെയർഫെൻഡ് കണ്ടു. എവിടെയോ ഞാൻ പറഞ്ഞു യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. ഓക്കെ, എന്താണ് ചൂസ് ചെയ്യേണ്ടത്, ആരെയാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളവർക്ക് മനസ്സിലാക്കി. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ച് ഓക്കെ കാര്യങ്ങളെ സിറ്റുവേഷനെ ഒന്ന് ബെറ്റർ ആക്കാൻ അവർ തുടങ്ങുമെന്ന രീതിയിലാണ് എനിക്കിപ്പോൾ അത്രേ കാണുന്നുള്ളൂ ആക്ഷൻ. ഇപ്പോൾ വലിയ സ്ട്രോങ് ആയിട്ട് എടുത്തു ചാടി ആക്ഷൻ എടുക്കുന്നതായിട്ട് കിട്ടുന്നില്ല. ബട്ട് വരും. ഓക്കെ, മെസ്സേജുമായിട്ട് അവർ വരും. ഓക്കെ, ഇപ്പോൾ കുറച്ചൊരു അകൽച്ചയുണ്ട്, സെപ്പറേഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി, അവരുടെ സിറ്റുവേഷൻ മാറി വരും എന്ന രീതിക്കാണ്. ഓക്കെ, നമുക്ക് മെസ്സേജസ് നോക്കാം പേഴ്സൻ്റെ. ഓക്കെ, മെസ്സേജസ് എന്താ പറയുന്നത് നോക്കാം. പേഴ്സൺ എന്താ നിങ്ങളോട് പറയാനുള്ളത്? യു മേക്ക് മീ ഫീൽ ലൈക്ക് എ ഹീറോ ആൻഡ് ഐ ലവ് ദാറ്റ് ഐ എം കമ്മിങ് ഹോം വിക്ടോറിയസ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഒരു ശരിക്കും നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർക്ക് ഒരു ജയിച്ച ഫീലിംഗ് ആണ്. അതായത് നിങ്ങളുമായിട്ട് അവർക്ക് അത്ര ഹാപ്പി ഫീലിംഗ് ആണെന്ന് എടുക്കാം. ഓക്കെ, അവർ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ അവർക്ക് വളരെ ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. ലൈക്ക് ഒരു സന്തോഷം ഫീൽ ചെയ്യും, ഹാപ്പിനെസ് ഫീൽ ചെയ്യും. അവർ ജയിച്ചു എന്ന രീതിക്ക് അവർക്ക് ഫീൽ ചെയ്യും. നമ്മൾ പറയില്ലേ എന്തോ ഒരു പ്രൈസ് കിട്ടി, നിങ്ങൾ അവരുടെ പ്രൈസാണ് എന്നെടുത്തോളും. ഓക്കെ, അവരങ്ങനെ ലൈക്ക് അത്ര സ്ട്രോങ് ആയിട്ടാണ് കാണുന്നത്. 4 of Cups, സംതിങ് സീംസ് മിസ്സിംഗ് ഇൻ മൈ ലവ് ലൈഫ്, ഐ ഫീൽ ബോർഡ് ആൻഡ് സ്റ്റക്ക്. ഓക്കെ, ഇപ്പോൾ അവർ തൽക്കാലം നിങ്ങളുടെ അടുത്ത് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ കൺഫ്യൂഷൻ കൊണ്ടാണ്, വേറെ ഒന്നുമല്ല. അവർക്ക് തന്നെ അറിയുന്നില്ല ഇവിടെ സിറ്റുവേഷനിൽ എന്തൊക്കെയോ അവർക്കൊരു മിസ്സിംഗ് ഫീലിംഗ് ഉണ്ട്. എന്താണ് നഷ്ടപ്പെടുന്നത്? മേ ബി നിങ്ങളെ മിസ് ചെയ്യുന്നതായിരിക്കാം. ഓക്കെ, പക്ഷെ അത് അവർ റിയലൈസ് ചെയ്ത് അവർ മുന്നോട്ട് വരണം. അല്ലേ, നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നുള്ളത് ഐ തിങ്ക് അവർക്കുണ്ട്.
ഐ എം റെഡി, ബ്രിങ് ഇറ്റ് ഓൺ, ഐ വിൽ ഡിഫെൻഡ് ആൻഡ് ഫൈറ്റ് ഫോർ വാട്ട് ഇസ് മൈൻ, യു ആർ മൈൻ. ഓക്കെ, ഇത് 7 of Wands നമ്മൾ ആദ്യം വന്നിരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. അവർ ഫൈറ്റ് ചെയ്യാൻ റെഡി ആണ് എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കാൻ തയ്യാറാണ് എന്ന് പറയുന്നുണ്ട്. ലവ് ഫോർ മീ ഇസ് ഓൾ അബൌട്ട് ന്യൂച്ചറിങ് ആൻഡ് ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. പിന്നെ പറയുന്നത് ഓക്കെ, അവർ ഇപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, അവർ ലൈഫിൽ അവർ വിചാരിക്കുന്നത് ഫാമിലി സ്റ്റെബിലിറ്റി, ഫൈനാൻസ് ഒക്കെ ശരിയായാലേ നമ്മളൊരു ലൈഫ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന രീതിക്ക് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, സോ അവരുടെ മൈൻഡിൽ അതാണ്, അവർ ഫോക്കസ് ഇപ്പം അങ്ങോട്ട് കൊടുക്കുകയാണ്. യു ആർ മൈ ഗിഫ്റ്റ്, യു ആർ മൈ ഗിഫ്റ്റ് ഓഫ് ലവ്, മൈ വിഷ്, മൈ ഇൻസ്പിറേഷൻ ആൻഡ് മൈ ഹാപ്പിനെസ്, ഐ ഓൾവേസ് വോണ്ട് യു. സ്റ്റാർ കാർഡ് നേരത്തെ വന്നത് ഞാൻ പറഞ്ഞില്ല, അവരുടെ ഹോപ്പ്, അവരൊരു വിഷ്, ആഗ്രഹം നിങ്ങൾ തന്നെയാണ്. ഓക്കെ, ബട്ട് അവർ ഈ പറയാത്ത, തുറന്നു പറയാത്ത ഇപ്പോൾ ചില കൺഫ്യൂഷൻസ് ഉണ്ട്, അവർ ലൈഫിൻ്റെ കോൺഫ്ലിക്റ്റ് ആയിരിക്കാം. ഓക്കെ, വേൾഡ് കാർഡ്, ഐ വോണ്ട് ടു ടേക്ക് ദിസ് റിലേഷൻഷിപ്പ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്, ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്ക് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമുണ്ട് എന്നാണ് പറയുന്നത്, റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറയുന്നത്. ലെറ്റ്സ് സീ വൺ മോർ. 5 Wands ഉണ്ട്. ലെറ്റ് ദ ഡോഗ്സ് ബാർക്ക്, ഐ വിൽ റിമെയിൻ അൺഅഫക്റ്റഡ് വിത്ത് വാട്ട് ഇസ് ബീങ് ത്രോൺ അറ്റ് മീ. ചില ഗോസിപ്പ് ഒക്കെ നടക്കുന്നുണ്ടാവും, അതിൻ്റെയാണ്. ഓക്കെ, ചില മേ ബി ആരെങ്കിലും അവരോട് എന്തെങ്കിലും പറയുന്നുണ്ടാവാം, നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ഗോസിപ്പ് പറയുന്നുണ്ടാവാം. സോ അതൊക്കെ ആയിരിക്കും നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വന്നത്. ഓക്കെ, ബട്ട് അവർ പറയുന്നത് എന്ത് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും, എന്ത് ലൈക്ക് നമ്മുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്കത് ശരിയാക്കാം എന്ന രീതിക്ക് അവർ പറയുന്നുണ്ട് കേട്ടോ. Okay, 8 of Swords. I'm paralyzed with fear and doubt. I do not know how to move forward. I feel disappointed and hurt in love. Promises were not kept. Okay. I want you so badly. I want you now. I'm attracted. Okay. ഇവിടെ ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ പേഴ്സൺ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഒരുപാട്. ഓക്കെ, അവർക്ക് മേ ബി അവരുടെ സാഹചര്യങ്ങളായിരിക്കാം, ഓക്കെ, സിറ്റുവേഷൻസ് ആയിരിക്കാം, അവർക്ക് ഒരു ആക്ഷൻ എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു എന്താ ചെയ്യേണ്ട മുന്നോട്ട് എന്ന് അവർക്ക് അറിയുന്നില്ല. ഇപ്പോൾ ഐ ഫീൽ ഡിസപ്പോയിൻറ്റഡ് ആൻഡ് ഹേർട്ട്. നിങ്ങൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ വിട്ടുപോയി കാണാം. അവർ പറയുന്നത് ഇവിടെ അവർ ഹേർട്ടായി എന്നാണ് പറയുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ. ഐ തിങ്ക് അവർ ഫീലിംഗ് അങ്ങനെയായിരിക്കും. മേ ബി നിങ്ങൾ വോക്ക് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളെങ്ങാനും വോക്ക് അവേ ചെയ്തിട്ടുണ്ടെങ്കിൽ, അവർ പറയുന്നത് അവർക്കിപ്പോൾ ഹേർട്ടായിട്ട് ഫീൽ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്സ് അവർ ഐ തിങ്ക് അത് മനസ്സിലാക്കുന്നില്ല. അതായിരിക്കും ഇവിടെ. ഓക്കെ, മിസ്സിംഗ് ഉണ്ട്, മിസ്സിംഗ് എനർജി ആണ് എന്ന് പറയാം കേട്ടോ. ഓക്കെ, 5 of Cups നഷ്ടത്തിൻ്റെ ഒരു നഷ്ടബോധം ഉണ്ട് അവർക്ക് എന്ന് പറയാം. ഐ വോണ്ട് യു സോ ബാഡ്ലി, ഐ വോണ്ട് യു നൗ, ഐ എം അട്രാക്റ്റഡ് യു. ഇത് നിങ്ങളോട് അവർക്ക് ആ ഒരു വേണം, നിങ്ങളെ അവരുടെ ലൈഫിൽ. ഓക്കെ, അത് അവർക്ക് നല്ലോണം ഉണ്ട്. ആൻഡ് Ace of Cups ഇവിടെ ഉണ്ട്. സോ നമുക്ക് മൈ ലവ് ഫോർ യു ഇസ് ഓവർഫ്ലോയിങ്. ഓക്കെ, Ace of Cups അവർക്ക് ഫീലിങ്സ് ഒരുപാട് ഉണ്ട്. പക്ഷെ അവരത് പറയാം, അവർക്ക് ഇപ്പോൾ ലേശം ഐ തിങ്ക് നിങ്ങളുടെ ഇടയിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് വന്ന് കാണാം. തേർഡ് പാർട്ടി ഇഷ്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് ആയിരിക്കാം, ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കാം, പലതും ആവാം. നമ്മളിവിടെ ഒന്നും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഇന്ന് അടുത്ത് പറയുന്നില്ല. വീൽ ഓഫ് ഫോർച്യൂണും ഉണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ലാസ്റ്റ് വന്ന കാർഡ്. സോ സമയം മാറി വരും. യു ആർ മൈ ഡെസ്റ്റിനി. അവർക്ക് ആ ബിലീഫ് ഉണ്ട്. ആൻഡ് നിങ്ങളും ബിലീഫ് വെക്കുക, നിങ്ങൾ തമ്മിൽ ഒരു മെന്റ് ടു ബി ടുഗെദർ ആണ് എന്ന് നിങ്ങളൊരു വിശ്വാസം വെക്കാം. ഓക്കെ, അവർ കണക്ഷൻ ഇസ് ഫേറ്റഡ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പേഴ്സൺ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ ഒന്നിക്കേണ്ടവർ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് യൂണിവേഴ്സിൽ ട്രസ്റ്റ് വെക്കുക ആക്ച്വലി. ഓക്കെ, ചില യെസ് അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും വരും ചില സമയത്തൊക്കെ അല്ലേ. ഒന്ന് തൽക്കാലം ഒന്ന് നിങ്ങൾ ക്ഷമയോടെ നിൽക്കുക. ഓക്കെ, ഒന്നും ഒരു എന്താ പറയുക, കൂടുതൽ അവരെ ഇറിറ്റേറ്റ് ചെയ്യാനോ ഇതാക്കാനോ ഒന്നും പോവാതിരിക്കുക. ഓക്കെ, അവരെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് പറയട്ടെ, കുറച്ച് വെയിറ്റ് ചെയ്യൂ. ഓക്കെ, ആൻഡ് ഗൈഡൻസ് കൂടി കാണുമോ, അതിലും കുറച്ചുകൂടി റിലേഷൻ ടൈപ്പാണെന്ന് വന്നത്. ഞാനിപ്പോൾ ഇത് എടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, ബട്ട് എന്തോ തോന്നി. ലെറ്റ്സ് സീ. ഓക്കെ, അപ്പോൾ അതും കൂടി കണ്ടുപോയിക്കോളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.